ഹലോ, ഇന്ന് ഒരു രാജ്മയുടെ കറിയാണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ലൈറ്റ് കളറിലുള്ളൊരു രാജ്മയുണ്ട്, അധികം ഹെവി ആയിട്ട് നമുക്ക് തോന്നാത്ത, അതായത് നന്നായി വേവുന്ന ഒരു തരം രാജ്മയുണ്ട്, പിങ്ക് കളറുള്ള. അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഒരു 2 ഗ്ലാസ്സോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ഒരു സവാള, ഇതെല്ലാം മിക്സറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചൂടായ പാനിലേക്ക് ഞാൻ സൺഫ്ലവറാണ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ഈ അരച്ച് വെച്ചതും ചേർത്ത് നന്നായി വഴറ്റുക. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ആ ദിവസം നിങ്ങൾ എന്തായാലും ചപ്പാത്തി എണ്ണം കൂട്ടി ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഞാനിത് ചപ്പാത്തിക്കാണ് കൊടുക്കാറ്, അവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് വീണ്ടും ഞാൻ ചേർക്കുന്നത് ഒരു 2 ചെറിയ തക്കാളി ആയിരുന്നു. അപ്പോൾ 1.5 തക്കാളി ഇതുപോലെ തന്നെ വീണ്ടും പേസ്റ്റ് രൂപത്തിൽ എടുത്ത് വെക്കുന്നുണ്ട്, മിക്സറിൽ തന്നെ അടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി മുളക് പൊടി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, നല്ല എരിവുള്ള മുളക് പൊടി തന്നെ. അതുകൂടാതെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത് രണ്ടുമാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് ചേർത്ത് നന്നായി വഴറ്റി വരുമ്പോൾ ഞാനിതിന് മുന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉലുവയുടെ ഇല, അതായത് കസൂരി മേത്തി, അതാണിത്. നമ്മുടെ ഈ 4 ഫിംഗർ വെച്ച് എത്ര കിട്ടുന്നത്, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതും കൂടി ചേർത്ത് വഴറ്റി. ഇനി ഇത് നന്നായി വഴന്ന് വരുമ്പോൾ തക്കാളി, നമ്മൾ അരച്ച് വെച്ച് തക്കാളി അതിൽ ചേർത്ത് എണ്ണ തെളിയുമ്പോൾ, നമ്മൾ കുക്കറിലാണ് ഇത് അടിച്ച് വെച്ചിട്ടുള്ളത്. അതായത് 2 വിസിൽ സിമ്മിൽ വെച്ചിട്ടാണ് ഈ രാജ്മ വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ, എന്നാലേ അത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 2 വിസിലൊന്നും നിൽക്കില്ല, 2-4 വിസിലൊക്കെ അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് 2 വിസിൽ സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് കുക്കറിൽ. ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അത് കുട്ടികളുടെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾ നിങ്ങളോട് വീണ്ടും വീണ്ടും കറിയും ചോദിക്കും, ചപ്പാത്തിയുടെ എണ്ണ നിങ്ങൾക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ചീസാണ് ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയത് ചീസാണ്. ഞാൻ മുതിർന്നവരെ അല്ലാട്ട് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഞാനും ഇവരുടെ പപ്പയൊന്നും അധികം അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ പിള്ളേർ ഇതുണ്ടെങ്കിൽ അവർക്ക് ചപ്പാത്തിയുടെ എണ്ണം കൂടുതൽ വേണമെന്ന് പറയും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്ക് അറിയില്ല എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ചിക്കനും ഇതൊക്കെ മാത്രം ഉപയോഗിക്കുന്നതിലും ഇത് നല്ല പ്രോട്ടീനായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.